ഹലോ. പെട്ടെന്നായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുന്റെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത്. അർജുനെ സെക്യൂരിറ്റി പിടിച്ച് തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടലോടെ നോക്കി നിന്നു. അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ. കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു. അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവൽക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത്. മിസ്റ്റർ സെർവൻ, നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത്? നിനക്കറിയില്ലേ, ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്കിവിടെ വരണമെന്നും. എനിക്ക് നിന്റെ ഈ തമാശ കണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നീ ഇവിടെ എന്തിനു വന്നതായാലും ശരി, പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ. എന്റെ ടിക്കറ്റ് അകത്താണ്. എനിക്ക് അകത്ത് കടന്നേ പറ്റൂ. പ്ലീസ്, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കേ പ്ലീസ്. ഹൗ ഡെയർ യു! അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെ കൈവച്ച നീ വിവരം അറിയും.